BJP MP കങ്കണ റണൌട്ടിന്റെ റെസ്റ്റോറന്റ് സംരംഭത്തിന് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പിന്തുണ. ആശംസ നേർന്നത് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ. ഹാക്ക് ചെയ്തതാണോ എന്ന് പരിഹസിച്ച് കമന്റുകൾ. അദാനി ഗ്രൂപ്പിന് ശ്രീലങ്കയിൽ വൻ തിരിച്ചടി. വൈദ്യുതി നിരക്ക് പുതിയ സർക്കാർ വെട്ടിക്കുറച്ചതോടെ $100 കോടി കാറ്റാടിപ്പാട പദ്ധതിയിൽ നിന്ന് അദാനി പിന്മാറി. നീക്കം കമ്പനി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വില കുറയ്ക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ച ഡൊണാൾഡ് ട്രംപ് പുടിനുമായും സെലൻസ്കിയുമായും ഫോണിൽ സംസാരിച്ചു. സമാധാനം പുലരാൻ ഇരുവരും ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ്. ചർച്ചകൾ വേഗത്തിലാക്കാമെന്ന് പുടിന്റെ ഉറപ്പ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് കോട്ടയം റാഗിംഗ് കേസ്. കൂടുതൽ ഇരകളുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി. നഴ്സിംഗ് കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്നും അന്വേഷിക്കും. പ്രതികളുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. സംസ്ഥാനത്ത് ചൂടിന് കുറവില്ല. നാളെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 ഡിഗ്രി വരെ കൂടിയേക്കാം. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം.